സ്നേഹതീരം. ബാമ പുറത്തൊന്നും ഇറങ്ങാതെ മുറിയിൽ തന്നെയായിരുന്നു. അവൾക്കെന്തോ എല്ലാത്തിനോടും ഒരു പേടി തോന്നി. മോളെ, അമ്മേ. അവൾ അലീന സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചു. അമ്മ എവിടെയായിരുന്നു? ഞാൻ പേടിച്ചു പോയി. എന്താ കുട്ടി ഇങ്ങനെ? ഇവിടെ ഇതിനകത്ത് അടച്ചു മൂടിയിരുന്നാലും മതിയോ? പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? വേണ്ടമ്മേ, എനിക്കൊരിടത്തും പോകണ്ട. അമ്മൻ്റെ കൂടെ ഇരുന്നാൽ മതി. അത് പറ്റില്ല, പുറത്തോട്ട് ഇറങ്ങിയേ പറ്റൂ. മോള് വന്നേ. അമ്മേ, എനിക്ക് പേടിയാ, എന്നെ കൊണ്ട് പോകല്ലേ. നിന്റെ കൂടെ ഞാനില്ലേ, നീ ആരെയാ പേടിക്കുന്നേ? ഇവിടെ വന്ന് നിന്നെ ആരും ഒന്നും ചെയ്യില്ല, വരൂ. അവർ ബലമായി ബാമയെ പുറത്തിറക്കി. ബാമ അലീന സിസ്റ്ററിനെ മുറുക്കെ പിടിച്ചു നടന്നു. അവർ അവളെയും കൊണ്ട് പുറത്തോട്ടൊക്കെ നടന്നു. അവിടെയുള്ള മിക്ക ആൾക്കാരും ബാമയെ അറിയാമായിരുന്നു. അവർ ബാമയോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ബാമ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു നിന്നു. ഇതെല്ലാം ദൂരെ നിന്നൊരു വിങ്ങലോടെ വിനു നോക്കി നിന്നു. വീട്ടിൽ നിന്ന് അവനൊരു സമാധാനവും കിട്ടിയില്ല. സിസ്റ്ററിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം കണ്ട അവൾ വയലൻ്റ് ആകുമെന്ന് പറഞ്ഞു. എന്നാൽ ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്ന് അവൻ കേണപേക്ഷിച്ചു. അതുകൊണ്ടാണ് അവർ ബാമയെ നിർബന്ധിച്ച് പുറത്തിറക്കിയത്. അവർ ബാമയെ ബെഞ്ചിലിരുത്തി അവളുടെ കയ്യിലേക്കൊരു പുസ്തകം കൊടുത്തു. മോളിതൊന്ന് വായിക്ക്, ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിക്കട്ടെ. എന്ന് ഞാനും വരുന്നു. അവൾ കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു. ഞാനോട് അടുത്ത് തന്നെ ഇല്ലേ കുട്ടിയുള്ളത്, അവിടെ ഇരിക്കൂ. അവൾ ആദ്യം കാണുന്ന ഒരാളെ പോലെ എല്ലാ സ്ഥലവും കണ്ണോടിച്ചു. കയ്യിലിരുന്ന പുസ്തകം ബെഞ്ചിൽ വെച്ചു. അവളുടെ ചിന്തകളിൽ പോലും വിനുവില്ലായിരുന്നു. അവളിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അലീന സിസ്റ്റർ അവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അവനെന്തോ അങ്ങനെ കണ്ടു നിന്നപ്പോൾ മനസ്സിലൊരു ഭാരം തോന്നി. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്ന് തോന്നി. അവൻ കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോന്നു. കുറെ നേരം കൂടെ അവർ ബാമയെ പുറത്ത് തന്നെ പിടിച്ചിരുത്തി. അതിനുശേഷം അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ബാമ മുറിയിൽ കട്ടിൽ കയറിയിരുന്നു. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് സുധയെ കാണണ്ടേ? അവളെ അറിയില്ലേ? ബാമ ഒന്നും മിണ്ടിയില്ല. അവൾ സിസ്റ്ററിൻ്റെ മടിയിൽ തലചായ്ച്ചു. കുറേ നേരം അങ്ങനെ കിടന്നപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അവളെ അവിടെ കിടത്തി അവർ പുറത്തേക്കിറങ്ങി. പുറത്തവരെ കാത്ത് സുധ ഉണ്ടായിരുന്നു. അലീനെ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല സുധേ, പതിയെ അവളെ നേരെയാക്കാം. അവളുടെ മനസ്സ് നിറയെ പേടിയാണ്, അത് ആദ്യം മാറ്റിയെടുക്കണം. പിന്നെ നിന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പതിയെ എല്ലാം ശരിയാകും. നീ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ? ഞാൻ കുറച്ച് ദിവസം മോളുടെ കൂടെ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുവാണ്. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ ഇവിടെ ഉണ്ടായ എനിക്ക് സന്തോഷമല്ലേ പെണ്ണേ. പിന്നെ വിനു വന്നിട്ട് പോയി. ആണോ? അവന് ദൂരെ നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് മോൻ പോയോ? പോയി. അവന് മോളിലെ ജീവനാണ്. പഴയ ബാമയാക്കി അവൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കണം. അതൊക്കെ നമുക്ക് നേരെയാക്കാം. അവൾക്കിപ്പോൾ ചികിത്സയാണ് ആവശ്യം. ഞാൻ വൈദ്യരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. പിന്നെ ഇപ്പോൾ നീ അവളുടെ മുന്നിലേക്ക് പോകണ്ട. അവർ തലയാട്ടി. അവർ സുധയ്ക്ക് റൂം റെഡിയാക്കി കൊടുത്തു. ഇനി ബാമയെ വിനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടേ അവിടുന്ന് പോകൂ എന്ന് സുധ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. രാവിലെ സ്നേഹതീരത്തുനിന്ന് മുറ്റത്തെ ബെഞ്ചിൽ അക്ഷമനായിരിക്കുകയായിരുന്നു വിനുവും സുധയും. പേര് കേട്ടൊരു വൈദ്യൻ വന്നിട്ടുണ്ട്. ഇന്നലെ വൈദ്യൻ ബാമയെ വന്ന് കണ്ടിരുന്നു. വിനുവുമായി കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വിനുവിനെ വിളിച്ചു വരുത്തിയത്. വൈദ്യൻ പറഞ്ഞതിന് പ്രകാരം ബാമയ്ക്കൊരു പ്രത്യേകം റൂം ഒരുക്കിയിരുന്നു. ഇപ്പോൾ അവിടെ വൈദ്യനും ശിഷ്യന്മാരും പിന്നെ അലീന സിസ്റ്ററുമുണ്ട്. ബാമയെ നോക്കിയ ശേഷം വൈദ്യൻ പുറത്തേക്കിറങ്ങി. എനിക്ക് ആ കുട്ടിയുടെ ഭർത്താവുമായി സംസാരിക്കണം. അയാൾ വന്നിട്ടുണ്ടോ സിസ്റ്ററെ? ബാമയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങ് വന്നാലും. സിസ്റ്ററും വൈദ്യനും വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതാണ് ആള്. സിസ്റ്റർ വിനുവിനെ ചൂണ്ടിക്കാണിച്ചു. എന്ന് നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഇയാളുമായി കുറച്ച് സംസാരിക്കട്ടെ. എല്ലാവരും പോയതിനു ശേഷം വൈദ്യൻ വിനുവിനെ ഒന്ന് നോക്കി. ഞാൻ മനസ്സിലായി, വരൂ നമുക്ക് കുറച്ച് നടക്കാം. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 1 മാസം കഴിഞ്ഞു. വൈദ്യൻ ഓരോ കാര്യകാരണങ്ങളായി വിനുവിനോട് ചോദിച്ചു. ബാമ ഹോസ്പിറ്റലാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്നുപോലും മറച്ചു വയ്ക്കാതെ വിനു വൈദ്യനോട് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ പരിശോധിച്ചു. പൂർണ്ണമായി അസുഖം മാറാൻ എത്ര കാലതാമസം എടുക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല.
പിന്നെ അല്പം താമസിച്ചാലും ആ കുട്ടി പൂർണ്ണമായി അസുഖം ഭേദമായി നിന്റെ ഭാര്യയായി പൂർണ്ണ സമ്മതത്തോടെ തന്നെ കൂടെ വരും. പിന്നെ ആ കുട്ടി ഇപ്പോഴും ആ 7 വയസ്സുകാരിയിൽ തന്നെ നിൽക്കുവാണ്. അതുകൊണ്ടാണ് തന്നെ കാണുമ്പോൾ പേടിക്കുന്നത്. തന്നെ മാത്രമല്ല മറ്റുള്ളവരെയും. പതിയെ 7 വയസ്സുകാരിയിൽ നിന്നും ഇപ്പോഴുള്ള ഭാമയിലേക്ക് കൊണ്ടുവരണം. ഇന്നു മുതൽ ചികിത്സ ആരംഭിക്കും. തൻ്റെ ആവശ്യം വരുമ്പോൾ വിളിക്കും. വൈദ്യൻ്റെയും വിനുവിൻ്റെയും സംസാരം കുറച്ചു നേരം കൂടെ നീണ്ടുപോയി. അതിനുശേഷം അവൻ യാത്ര പറഞ്ഞിറങ്ങി. മനസ്സിലുണ്ടായിരുന്ന ഭാരം കുറച്ചു പോയതുപോലെ തോന്നി അവന്. ഇപ്പൊ തോന്നുന്നുണ്ട് അവൾ തിരിച്ചു വരുമെന്ന്. എന്തിനും ഏതിനും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുന്ന ഭാമ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അവൻ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കും ഒരൽപ്പം സന്തോഷം തോന്നാതിരുന്നില്ല. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ഇപ്പോൾ ഏകദേശം 1 മാസമാകാൻ പോകുന്നു ഭാമ സ്നേഹതീരത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. വിനു ദിവസം സ്കൂളിലേക്ക് പോയി വന്നു. ഇടയ്ക്കൊക്കെ ഭാമയെ കാണാനും പോകും. അവളെ അടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും അവൻ ദൂരെ നിന്ന് അവളെ നോക്കിക്കാണും. കിട്ടുന്ന സമയത്ത് അവൻ ഓടി വരാറുണ്ട്. അവളെ കാണുമ്പോൾ മാറോട് ചേർക്കാൻ ഹൃദയം തുടിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ആരും അറിയാൻ പോലുമില്ല അവൻ വന്നു പോകുന്നത്. ഭാമയ്ക്കിപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ റൂമിൽ തന്നെയായിരുന്നു. പിന്നെ ആരുടെയെങ്കിലും കൂടെയൊക്കെ പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ തനിയെ പുറത്തിറങ്ങും. കുറച്ചു നേരം ചെടിക്ക് വെള്ളം ഒഴിക്കും. പിന്നെ കുറച്ചു നേരം ബെഞ്ചിലിരുന്ന് പുസ്തകം വായിക്കും. പിന്നെ യോഗ ചെയ്യും. അങ്ങനെയൊക്കെ. പിന്നെ സുധയെ കാണുമ്പോൾ ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല. എന്നാലും കുറച്ചകലം പാലിച്ചേ അവൾ നിൽക്കാറുള്ളൂ. അവളുടെ ചികിത്സയും മുറ പോലെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ജയയും അശോകനും ഭാമയെ കാണാൻ വന്നിരുന്നു. എന്നാൽ അവൾ അവരെ കാണാൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ ഭാമ കുട്ടിക്കാലത്ത് നിന്ന് കൗമാരക്കാലത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് എല്ലാത്തിനോടും ഒരാകാംക്ഷയാണ്. ഇപ്പം എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കാറുണ്ട്. ശരിക്കും അവൾ ഇപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ആസ്വദിക്കുന്നത്. ഇടയ്ക്കൊരു ദിവസം വിനു അവൾക്ക് മുന്നിൽ ചെന്നു. എന്നാൽ അവൾ പേടിച്ചോടുന്നതിന് പകരം അവനെ കുറേ നേരം നോക്കി നിന്നു. എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ അവൾക്ക് തോന്നി. ഭാമേ, അവളൊന്നും മിണ്ടാതെ നിന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആരാ? ഞാനിവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന മാഷ. വിനു വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. ആണോ? ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് ഭാമ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഇവിടെ അടുത്താണോ മാഷിൻ്റെ വീട്? എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. അവിടുന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കുമോ? ഞാൻ മാഷിനെ എവിടെയോ കണ്ടതുപോലെ തോന്നുവാ. എവിടെയാണെന്ന് ഭാമയ്ക്ക് ഓർമ്മയുണ്ടോ? അതില്ല. ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആവും. ആഹാ, വിനുവോ? എപ്പോൾ വന്നു? ഞാൻ കുറച്ചു നേരമായി സിസ്റ്റർ വന്നിട്ട്. മോൾക്ക് ആളെ മനസ്സിലായോ? അവൾ സന്തോഷത്തോടെ തലയാട്ടി. പെട്ടെന്ന് സിസ്റ്ററിൻ്റെ മുഖത്ത് സന്തോഷം വന്നു. എന്നാൽ അത് മായാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്ന മാഷല്ലേ, എന്നോട് പറഞ്ഞു. സിസ്റ്റർ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് കണ്ണടച്ച് കാണിച്ചു. അമ്മേ, ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ചെടിക്കൂടെ വെള്ളമൊഴിച്ചിട്ട് ഇപ്പോൾ വരാമേ. മോള് പോയിട്ട് വാ. അവളറിയാതെ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പോയിട്ട് വരാമെന്ന് അവളുടെ കണ്ണുകൾ അനുവാദം ചോദിക്കുന്നത് പോലെ അവന് തോന്നി. അവൾ ഒരു ചിരിയോടെ പുറകിലേക്ക് പോയി. വിനു, അവളിപ്പോ? എനിക്ക് മനസ്സിലായി സിസ്റ്റർ. ആ 7 വയസ്സുകാരിയിൽ നിന്ന് കുറച്ചുകൂടെ വളർന്നു. ഈ സമയമാണല്ലോ പെൺകുട്ടികൾക്ക് പ്രണയമെന്ന വികാരം തോന്നുന്നത്. അതാണ് ഞാനിപ്പോൾ അവളുടെ മുഖത്ത് കണ്ടത്. അവർ സംസാരിക്കുന്നതിനിടയിൽ ഭാമ പോയ ഭാഗത്തു നിന്നും ഒരു ബഹളം കേട്ട് അവർ അങ്ങോട്ടേക്ക് പാഞ്ഞു. അവിടുന്ന് സിസ്റ്റർ ഒരു ബഹളം കേൾക്കുന്നത്? അറിയില്ല വിനു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാനും വരുന്നു. രണ്ടുപേരും ബഹളം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു. അവർ ചെല്ലുമ്പോൾ കുറച്ചു പേർ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കണ്ടത്. എന്താ അവിടെ? അലീന സിസ്റ്റർ അവരോട് ചോദിച്ചു. സിസ്റ്ററെ, ഭാമക്കുഞ്ഞ് പെട്ടെന്ന് കുഴഞ്ഞ നിലത്തേക്ക് വീണു. വിനു പെട്ടെന്ന് ഷോക്കായി പോയി. വിനുവും സിസ്റ്ററും വീണ് കിടക്കുന്ന ഭാമയ്ക്കരികിലേക്കിരുന്നു. മോളെ, ഭാമ, മോളെ കണ്ണു തുറക്ക്. ഭാമേ, വിനുവും വിളിച്ചു. മോനെ വിനു, നീ കാറിലല്ലേ വന്നത്? വാ, നമുക്കിവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം. വിനു കാറിനടുത്തേക്ക് പാഞ്ഞു. സിസ്റ്ററും ബാക്കിയുള്ളവരും ചേർന്ന് ഭാമയെ കാറിലേക്ക് കയറ്റി. അയ്യോ, മോൾക്കെന്തു പറ്റി? പെട്ടെന്ന് സുധ അങ്ങോട്ടേക്ക് വന്നു. അറിയില്ല സുധേ, കുഴഞ്ഞു വീണതാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാ. എന്ത്? ഇന്നേ ഞാനും വരാം. അവർ സിസ്റ്ററോടൊപ്പം കാറിൽ കയറി.
അലീന സിസ്റ്റർ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വിനുവിൻ്റെ കാറ് പാഞ്ഞു. ഹോസ്പിറ്റലിലെത്തിയതും വിനു അവളെ താങ്ങിയെടുത്ത് അകത്തേക്ക് പാഞ്ഞു. അവൻ അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവളെ ബെഡിൽ കിടത്തി വിനുവിനോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അവൻ അവളെ കിടത്തി പുറത്തേക്ക് ഇറങ്ങി. മോനെ, എന്തു പറഞ്ഞു? ഡോക്ടർ നോക്കുന്നുണ്ടമ്മേ. കുറച്ചു കഴിഞ്ഞതും ഒരു നഴ്സ് പുറത്തേക്ക് വന്ന് വിനുവിനെ അകത്തേക്ക് വിളിച്ചു. അവൻ ഡോക്ടറിൻ്റെ മുന്നിൽ ഒരു പേടിയോടെ ഇരുന്നു. താങ്കൾ ആ കുട്ടിയുടെ? കുറച്ച് പ്രായമുള്ളൊരു ആൺ ഡോക്ടർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭർത്താവാണ്. ബാമയ്ക്ക് എന്താ ഡോക്ടർ പറ്റിയത്? താൻ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. അറിയാതെ അവൻ്റെ തല താന്നു പോയി. എത്ര മാസമായി കല്യാണം കഴിഞ്ഞിട്ട്? 3 മാസം. ഡോക്ടർ ഒന്ന് മൂളി. എന്നിട്ട് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരാറുണ്ടോ? ഇല്ല, ഇതാദ്യമായിട്ടാ. ഡോക്ടറിൻ്റെ നോട്ടം കണ്ട് അവൻ്റെ ഹൃദയം ഇപ്പോൾ നിലക്കുമെന്ന മട്ടായി. ഡോ, അവനൊന്ന് മുഖമുയർത്ത് നോക്കി. താൻ ആദ്യം ആ കൈയൊന്ന് തന്നേ. അവനൊന്നും മനസ്സിലാകാതെ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. കൈതാടോ. അവനൊരു മരപ്പാവ കണക്കെ കൈ ഡോക്ടർക്ക് മുന്നിലേക്ക് നീട്ടി. കൺഗ്രാറ്റുലേഷൻസ്, താനൊരു അച്ഛനായിരിക്കുന്നു. പിന്നെ തൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ തന്നെ ഒന്ന് പറ്റിച്ചതാ. ഇപ്പോൾ ബാമ കുറച്ച് വീക്കാണ്, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്കാനിങ് കൂടെ കഴിഞ്ഞ് കൊണ്ടുപോകാം. വിനു കേട്ട വാർത്തയുടെ ഷോക്കിലായിരുന്നു. ഡോക്ടർ അവനെ കുലുക്കി വിളിച്ചു. എന്താ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞേ? അവൻ മനസ്സിലാവാത്തതുപോലെ വീണ്ടും ചോദിച്ചു. താനൊരു അച്ഛനായിന്ന്. അവനൊന്ന് തലയാട്ടി അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു. മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? പുറത്തേക്ക് വന്ന വിനുവിനെ കണ്ട് സുധയും അലീന സിസ്റ്ററും അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാൻ അച്ഛനായിന്ന് പറഞ്ഞു. അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. തിടുക്കപ്പെട്ട് പുറത്തേക്ക് നടന്നു. സുധ അലീന സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് നെഞ്ചിൽ കൈവച്ചു. അലീന സിസ്റ്റർ സുധയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്താ ചിരിച്ചേ? സിസ്റ്ററിൻ്റെ ചിരി കണ്ട് സുധ അറിയാതെ ചോദിച്ചു പോയി. അല്ലേ, അവൻ്റെ പോക്ക് കണ്ട് ചിരിച്ചു പോയതാ. പിന്നെ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എങ്ങനെ? വൈദ്യനൊരു സംശയം പറഞ്ഞിരുന്നു. പിന്നെ ഉറപ്പിച്ചിട്ട് പറയാമെന്ന് കരുതി. ആണോ? എന്നാലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇപ്പം അറിഞ്ഞല്ലോ, അതു മതി. ഞാൻ പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അവർ അകത്തേക്ക് കയറി. സുധയുടെ മനസ്സിലെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സ്വന്തമല്ലെങ്കിലും വിനുവിൻ്റെ മകൻ തന്നെയാ. ബാമേൻ്റെ മോളും അവനുണ്ടായിരുന്നുവെങ്കിൽ അവൻ അറിയാതെ വൈശാഖിനെ കുറിച്ച് ചിന്തിച്ചു പോയി. വിനു കാറിനകത്തേക്ക് കയറി കാറ് ലോക്ക് ചെയ്തു. അവൻ ഉച്ചത്തിലൊന്ന് മനസ്സു തുറന്ന് പൊട്ടിക്കരഞ്ഞു. ഇത്രയും നാൾ ഉള്ളിലുണ്ടായിരുന്ന സങ്കടമെല്ലാം ഒരണക്കെട്ട് പോലെ ഒഴുകിയിറങ്ങി. അവനറിയില്ല ഉള്ളിൽ തോന്നുന്ന വികാരം എന്തെന്ന്. സന്തോഷമാണോ അതോ സങ്കടമാണോ? എത്ര നേരം അവൻ കരഞ്ഞെന്ന് അവന് തന്നെ അറിയില്ല. മനസ്സൊന്ന് ശാന്തമായതും അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഞാനൊരച്ഛനായി. ഞാനിത് സ്വപ്നം കണ്ടതാണോ? അവൻ സ്വയം ഒന്ന് നുള്ളി നോക്കി. അല്ല, ഇത് സ്വപ്നമല്ല. ഞാൻ കേട്ടത് സത്യം തന്നെയാണ്. അവന് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിലേക്കൊരു കുറ്റബോധം നിറഞ്ഞു. കൂടെ പേടിയും. ബാമ ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അവളൊന്ന് നോർമലായത് കൂടിയില്ല. അവൻ ആലോചിക്കും തോറും പേടി കൂടിക്കൂടി വന്നു. അവൻ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ ബാമയ്ക്കടുത്തേക്ക് പാഞ്ഞു. പെട്ടെന്ന് വിനുവിനെ കണ്ട സുധ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ. അവൻ സുധയെ കെട്ടിപ്പിടിച്ചു. അവർ അവൻ്റെ തലയിൽ അരുമയോടെ തലോടി. പെട്ടെന്ന് അലീന സിസ്റ്ററും ഡോക്ടറും ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. വിനു, ഞാൻ ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവളൊന്നും അറിയണ്ട. ഇങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ. സമയമാകുമ്പോൾ പറയാം. ഡോക്ടർ. കയ്യിലൊരു പേപ്പറുമായി ഒരു നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു. ഇത് മാമയുടെ സ്കാനിങ് റിപ്പോർട്ടാണ് ഡോക്ടർ. ഡോക്ടർ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ചു. എല്ലാവരും ഡോക്ടറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഡോക്ടർ വിനുവിൻ്റെ കയ്യിൽ പിടിച്ചു. വിനു, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ടെൻഷനാകണ്ട. അവനൊന്നും മനസ്സിലാവാതെ അമ്പരന്ന് ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. വിനു പേടിയോടെ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരട്ടി സന്തോഷമാണടോ. തനിക്ക് ഇരട്ട കുട്ടികളാണ്. അപ്പോൾ ചിലവുണ്ട് കേട്ടോ. ഡോക്ടർ അവൻ്റെ പുറത്തൊന്ന് തട്ടി നടന്നുപോയി. അവൻ സന്തോഷത്തോടെ അവരെ നോക്കി. പെട്ടെന്നാണ് അവൻ ഓർത്തത് വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന്. അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. അവൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവരുടെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ അവർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ വിനു തടഞ്ഞു. ബാമ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു.
വിനു അവരോട് സംസാരിച്ചതിന് ശേഷം ബാമയുടെ അടുത്തേക്ക് പോയി. അമ്മേ, എനിക്കെന്താ പറ്റിയത്? മോൾക്കൊന്നുമില്ല. അവിടെ എന്തോ കിടന്നപ്പോൾ കാൽ തട്ടി വീണതാ. പിന്നെ വീണപ്പോൾ മോളുടെ ബോധം പോയി. വാതിൽ നിൽക്കുന്ന ആളെ കണ്ട് ബാമ അതിശയത്തോടെ നോക്കി. മാഷ് എങ്ങനെ അറിഞ്ഞു? ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാനാ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആണോ? അവൾ സംശയത്തോടെ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ അതേന്ന് തലയാട്ടി. എന്നാൽ നിങ്ങൾ സംസാരിക്ക്, ഞാനും സുധയും ഡോക്ടറെ കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ സിസ്റ്റർ സുധയെയും വിളിച്ച് പുറത്തിറങ്ങി. വിനുവിന് കാര്യം മനസ്സിലായി. രണ്ടുപേരെയും ഒന്നും സംസാരിക്കാൻ വിട്ട് സിസ്റ്റർ മനഃപൂർവ്വം പുറത്തേക്ക് പോയതാണെന്ന്. അവൻ അവൾക്കെടുത്താക്കായി പോയിരുന്നു. അവനടുത്തിരുന്നതും അറിയാതെ അവൾക്ക് നാണം വന്നു. അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, പെട്ടെന്ന് മാറിക്കോളും. മാഷിന് വീട്ടിൽ പോകണ്ടേ? ഏയ്, ഇന്നിനി പോകുന്നില്ല. തൻ്റെ അടുത്തിരിക്കാൻ പോകുക. ആണോ? മാഷൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമോ? എന്തേ, ഞാൻ ഇരിക്കണ്ടേ? അല്ല, അമ്മ കണ്ട വഴക്ക് പറയില്ലേ? അമ്മയൊന്നും പറയില്ല. ബാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എനിക്കൊരു പ്രശ്നവുമില്ല. മാഷ് അടുത്തിരുന്നപ്പോൾ എന്തോ ഒരിതുപോലെ. അതെന്താ അറിയില്ല. മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ തോന്നുവാ. ഞാനിരിക്കാം, താൻ ഉറങ്ങിക്കോ. അവൻ അവളുടെ കയ്യിൽ പതിയെ തൊട്ടു. അവളുടെ മുഖം നാണത്താൽ വിടർന്നു. ഉറങ്ങിക്കോ. അവൾ പതിയെ കണ്ണുകളടച്ചുറക്കത്തിലേക്ക് പോയി. വൈകുന്നേരം ബാമയെ സ്നേഹതീരത്തേക്ക് കൊണ്ടുപോയി. വിനുവിന് അവളെ വിട്ടു പോകാൻ തോന്നാത്തത് കൊണ്ട് അവൻ സ്കൂളിൽ വിളിച്ച് ലീവ് പറഞ്ഞു. അവിടെ ഒരു റൂം ശരിയാക്കി അവനും അവിടെ തന്നെ കൂടി. ഇപ്പോൾ ബാമയുടെ മനസ്സിൽ വിനുവിനോടുള്ള പ്രണയം മുട്ടിട്ട് നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ സമീപ്യം അവളും ആഗ്രഹിച്ചു. ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നു. വിനുവിൻ്റെ മനസ്സിലും ബാമയോട് അതിരി കവിഞ്ഞൊരു പ്രണയം ഉടലെടുത്തു. അവൾ തൻ്റെ ഭാര്യയായിരുന്നു എന്നും അവളുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞുങ്ങളുണ്ടെന്നും അവൻ ബോധപൂർവം മറന്നു. അവനിപ്പോൾ അവളോട് പ്രണയം മാത്രമായിരുന്നു മനസ്സിൽ. ഇത്രയും നാൾ കിട്ടാത്തൊരു അനുഭൂതിയായിരുന്നു അവന്. മറിച്ച് ബാമയുടെ മനസ്സും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവൾക്ക് അവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഏകാശ്വാസം ആരും വിനുവിനോട് മിണ്ടുമ്പോഴും വഴക്ക് പറയുന്നില്ല എന്നതാണ്. അവൾക്ക് മിക്ക സമയവും അവൻ്റെ കൂടെ ചിലവഴിച്ചു. അവനും അവളെ സംരക്ഷിച്ചു കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ കാണുമ്പോൾ അവളെ വാരിപ്പുണരാൻ തോന്നും. ഒരിക്കൽ അവരുടെ പ്രണയ സല്ലാപത്തിൻ്റെ ഇടയ്ക്ക് അവൻ അവളോട് ചോദിച്ചു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന്. അവൾ സമ്മതത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൾ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളെയെല്ലാം മറന്ന് അവനും ഗാഢമായി പുണർന്നു. അവരുടെ പ്രണയത്തിന് വിലക്കുകളില്ലായിരുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട അവൻ്റെ പ്രണയം വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ദിവസങ്ങൾ നീങ്ങും തോറും അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഇടയ്ക്ക് വീണ്ടും അവൾ തലചുറ്റി വീണു. ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് അവൾ സിസ്റ്ററിനോട് സംശയം പ്രകടിപ്പിച്ചു. മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. വിനു സ്കൂളിൽ വന്ന് ലീവ് എടുത്തിട്ടിപ്പോൾ 2 മാസമാകുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്നും അവന് ഫോൺ വന്നു. ഇവിടെ കുറച്ച് പ്രശ്നമാണെന്നും ഉടനെ തന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നും അവനോട് പറഞ്ഞു. അവൻ ബാമയെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഒരു ചുംബനം നൽകി. പോയിട്ട് പെട്ടെന്ന് വരുമോ? വരാം പെണ്ണേ, ഇടയ്ക്ക് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. ബാമ സങ്കടത്തോടെ അവനെ യാത്രയാക്കി. ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞിറങ്ങി.